സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ വിഷയം അലിയാർ കാസിമിയുടെ ഒരു രോഷം തുള്ളലാണ്. അലിയാർ കാസിമി 6 വയസ്സുകാരി ആയിഷ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിൽ വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അലിയാർ കാസിമി ആയിഷയുടെ പ്രായത്തെപ്പറ്റി പറയുമ്പോൾ ഇത്രയ്ക്ക് വിഷമം? 6 വയസ്സിൽ നിക്കാഹ് ചെയ്തു എന്ന് പറയുന്നതാണോ വിഷമം, അതോ 9ാമത്തെ വയസ്സിൽ വീട് കൂടി എന്ന് പറയുന്നതാണോ വിഷമം, അതോ 10ാമത്തെ വയസ്സിൽ താങ്കൾ പറയുന്ന പോലെ 10 വയസ്സല്ലേ എന്ന് ചോദിക്കുന്നതിലാണോ? ഇതൊക്കെ ഇസ്ലാമിക പ്രവാചകനായ മുഹമ്മദ് 51 വയസ്സുള്ള സമയത്ത് 6 വയസ്സ് തികയാത്ത ആയിഷയെ വിവാഹം കഴിക്കുകയും പിന്നീട് 3 വർഷങ്ങൾ കഴിഞ്ഞ് 10 വയസ്സ് തികയാത്ത ആയിഷയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നൊക്കെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് ബാല ലൈംഗികതയിൽ ഏർപ്പെടും. പക്ഷെ ഇത് ഇസ്ലാമിൻ്റേതായിട്ടുള്ള പുസ്തകങ്ങൾ തുറന്നു വെച്ച് വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ അലിയാർ കാസിമിയെ പോലുള്ളവർക്ക് രോഷം തുള്ളുകയാണ്. എന്താണ് അലിയാർ കാസിമി ഇസ്ലാമിൻ്റെ ഉമ്മയായ 6 വയസ്സുള്ള ആയിഷയെ മുഹമ്മദ് നിക്കാഹ് ചെയ്ത് എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ എന്തുപറ്റി രോഷം തുള്ളാൻ ഉണ്ടാകുന്ന കാരണം? അപ്പോൾ അലിയാർ കാസിമിയെ പോലുള്ളവരും മറ്റുള്ളവരും ഈ വിഷയത്തിൽ ഒരുപാട് തക്കിയ ഇറക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എത്രത്തോളം കൂടിയ തക്കി ഇറക്കാമോ അത്രത്തോളം വലിയ വലിയ തക്കികൾ ഇറക്കിയിട്ടും ഈ വിഷയത്തിൽ ഈ 6 വയസ്സുകാരി ആയിഷയെ 51 വയസ്സുള്ളപ്പോൾ നിക്കാഹ് ചെയ്തു എന്നുള്ള വിഷയത്തിന്മേൽ താങ്കൾക്ക് ഒരു രീതിയിലും ഒരു മുസ്ലിമിനും ഇടത്തോട്ട് മുണ്ടെടുത്ത് നടക്കുന്ന അല്ലെങ്കിൽ 5 നേരം നിസ്കാരവും ഹജ്ജും എല്ലാ കർമ്മങ്ങളും ചെയ്ത് നടക്കുന്ന ഇസ്ലാമിൻ്റെ വിധികളും കർമ്മശാസ്ത്രങ്ങളും എല്ലാം ചെയ്ത് നടക്കുന്ന ഒരു മുസ്ലിമിനും എന്തൊക്കെയാണ് ഇത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു വശമാണ്. അവരുടെ വാദങ്ങൾക്കെതിരായിട്ട് പല ആൾക്കാരും ലോകരാജ്യങ്ങളുള്ള പല ആൾക്കാരും പറയുന്നുണ്ട്. അവരെപ്പോൾ കൊണ്ടുവരുന്ന ഒരു വിഷയമാണ് റിബേക്കയുടെ പ്രായമൊക്കെ ആയിട്ട് വരും. 3 വയസ്സുകാരി കൊച്ചൊട്ടകത്തിന് വെള്ളം കോരി കൊടുത്തു എന്ന് പറയുന്ന ആ ഒരു പൊട്ടത്തരം എന്തൊക്കെയാണെങ്കിലും ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് പോയ പല ആൾക്കാരും അതുപോലെ തന്നെ ഇസ്ലാമിൽ ജനിച്ചു വളർന്ന പല ആൾക്കാരും പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും പൊട്ടന്മാർക്കും മട്ടന്മാർക്കും ഒക്കെ അത് കേൾക്കുമ്പോൾ വളരെ ആശ്വാസവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് നല്ല കാര്യം. പക്ഷെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 വയസ്സുകാരി ആയിഷയുടെ വിവാഹത്തെ പറ്റി പറയുന്ന വിവാഹവും നിക്കാഹും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് പല ആൾക്കാരും എന്ത് ചെയ്യുന്നത്, ഇതിനെ അങ്ങോട്ട് പ്രൊമോഷൻ ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷേ സത്യാന്വേഷികളായ മനുഷ്യർ ഒരു കൃത്യമായ കൺക്ലൂഷനിലെത്തണം എന്നുണ്ടെങ്കിൽ ഇരു കൂട്ടരുടെയും വാദമുഖങ്ങൾ കേട്ട് ഇതിലേതാണ് ശരിയായതെന്ന് സ്വയം തീരുമാനത്തിലെത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഏകപക്ഷീയമായ ഒരു വശം മാത്രം പറഞ്ഞ് ഞങ്ങളോടൊപ്പം ആൾക്കാരെ കൂട്ടാൻ ഞങ്ങൾക്ക് യാതൊരുവിധ താല്പര്യമില്ല. സത്യം എന്താണെന്ന് മനസ്സിലാക്കി പൂർണ്ണ മനസ്സോടെ യേശുക്രിസ്തുവിലേക്ക് വരണം, ആളുകൾ വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ ആ യേശുക്രിസ്തുവിലേക്ക് ആൾക്കാർ വരാൻ വേണ്ടി ഞങ്ങൾ ഒരു തന്ത്രവും, അല്ലാഹു തന്ത്രശാലിയാണ്, ബൈബിളിൽ പറയുന്നു പിശാച് തന്ത്രശാലിയാണ്, ആ തന്ത്രങ്ങളൊന്നും പ്രയോഗിക്കാതെ ഞങ്ങൾ സത്യസന്ധമായ രീതിയിൽ സത്യസുവിശേഷം അറിയിക്കുന്നു. ക്രിസ്തുവിനെ പറ്റിയുള്ള ആ സുവിശേഷം ഞങ്ങൾ പ്രഘോഷിക്കുന്നു. അതിലൂടെ സത്യം അറിഞ്ഞ് സത്യം മനസ്സിലാക്കി അവർ ഏത് മനുഷ്യനും കടന്നു വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. എല്ലാ ദാവാക്കാരുടെയും തന്ത്രം ഇത് തന്നെയാണ്. എല്ലാ ദാവാക്കാർ മാത്രമല്ല, മുസ്ലിമായിട്ട് ജനിച്ചിരിക്കുന്ന എല്ലാവരും തന്ത്രം പ്രയോഗിക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഒരു വചനത്തിനോട്, ആയത്തിനോട് ഇവർ എതിർത്ത് നിൽക്കും. കാരണം അള്ളാഹു തന്ത്രശാലിയാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ അടിമകളായി ജീവിക്കുന്നവരും തന്ത്രം പ്രയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മാറ്റിയിട്ട് ബി എന്ന് പറയുന്നത്. അത് പല ആൾക്കാരും നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. തെറ്റിദ്ധരിപ്പിച്ചും വഞ്ചിച്ചും ചതിച്ചും അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് ആളുകളെ കൂട്ടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ സത്യം തിരിച്ചറിഞ്ഞാൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയില്ല എന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. അതാണല്ലോ പല പണ്ഡിതന്മാരും ഇപ്പോൾ പറയുന്നത്. ഇസ്ലാം ആകാൻ വേണ്ടി വന്ന ആൾ തന്നെ പറഞ്ഞു, ഞാൻ മുസ്ലിം ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷേ ഞാൻ മുഹമ്മദിനെ പറ്റി ഒന്നുകൂടെ ഒന്ന് പഠിക്കട്ടെ എന്ന് തന്നെ ഈ കേരളത്തിലെ സാക്ഷി അപ്പോളോസ് നെറ്റ്വർക്കിൻ്റെ സംവാദ കാര്യത്തിൽ നിന്ന് ഒളിച്ചോടി നടക്കുന്ന MM അക്ബർ പോലും അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തെ അനുഗമിച്ച് നടക്കുന്ന അനേകർ പറയുന്നത് ഞങ്ങൾ അനേകരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇടത്തോട്ട് മുണ്ടെടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ 5 നേരം നിസ്കരിച്ച്
അള്ളാഹുവിലും മുഹമ്മദിലും ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും വിശ്വസിക്കുന്ന ഏതെങ്കിലും മുസ്ലിം ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എം അക്ബറിനെ സാക്ഷിയുടെ സംവാദത്തിനായിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ സംവാദ വിഷയം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ, തത്തുല്യ വിഷയം തന്നെയാണ്. അതിലേക്ക് എം അക്ബറിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ മുസ്ലിമായിട്ട് ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സംവാദത്തിന് കൊണ്ടുവരിക. ഞങ്ങൾ നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വീകരിക്കുന്നു. എം അക്ബറിനെ കൊണ്ടുവരണേ, അല്ലാതെ ഈ ഞാഞ്ഞൂല് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. എം അക്ബറിനെ കൊണ്ടുവരിക. അതായിരുന്നല്ലോ നിങ്ങളുടെ തലതൊട്ടപ്പൻ. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് യേശു ദൈവമല്ല, ബൈബിൾ ദൈവികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ മോശമാക്കി നടന്ന ആ ആളിനെ തന്നെയാണ് ഞങ്ങൾ സംവാദത്തിന് വിളിക്കുന്നത്. നിങ്ങൾ വിളിച്ചുകൊണ്ടുവരൂ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അപ്പോൾ ഈ ബോധ്യം, കാരണം എന്ന് വെച്ചാൽ 6 വയസ്സുകാരി ആയിഷ മുതൽ മുഹമ്മദ് നിക്കാഹ് ചെയ്തിട്ടുള്ള എല്ലാ സ്ത്രീകളുടെ വിഷയങ്ങളും പറഞ്ഞു വരുമ്പോൾ പല ആൾക്കാർക്കും, ഇസ്ലാം ആകാൻ വേണ്ടി പോകുന്നവർക്കും ഇസ്ലാമിൽ നിൽക്കുന്നവരും ഇസ്ലാമിനെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നത് ഇവർക്ക് നല്ല ബോധ്യമായപ്പോൾ അലിയാർ കാസിമിയെ പോലുള്ളവർ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കരുത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം രോഷമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അവരെ ഈ വിഷയത്തിൽ അടിപതറി നിൽക്കുകയാണ്. അപ്പോൾ അലിയാർ കാസിമിയുടെ ആ രോഷം നമുക്കൊന്ന് കണ്ടുവെക്കാം. എന്നിട്ട് 6 വയസ്സ് എന്ന് പറയുന്നവനൊക്കെ വാസ്തവത്തിൽ ഭൂമിയിൽ വെച്ച് കൂടാത്തതാണ്. എത്രമാത്രം വൃത്തികേടാണ് പറയുന്ന ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച്. 6 വയസ്സിൽ ശാരീരിക ബന്ധം പുലർത്തി എന്ന് പറയാ. 6 വയസ്സിൽ പുലർത്തിയോ? ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ? 10 വയസ്സിലാണല്ലോ. മുഹമ്മദിന്റെ ജീവിതത്തിൽ ഏറ്റവും ചീത്തപ്പേരുണ്ടായ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട എന്നാണ് ആയിഷയുമായിട്ടുള്ള വിവാഹം. 50 കഴിഞ്ഞപ്പോൾ വെറും 6 വയസ്സ് പ്രായമുള്ള ആയിഷയെ മുഹമ്മദ് വിവാഹം കഴിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കൊരു മാതൃക കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ വിവാഹത്തെക്കുറിച്ച് ആയിഷയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് കേൾക്കാം. ആയിഷ നിവേദനം: റസൂൽ എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എന്നെ വിവാഹം കഴിച്ചു. എനിക്ക് 9 വയസ്സായപ്പോൾ വീട് കൂടുകയും ചെയ്തു. അവർ ആയിഷ പറഞ്ഞു, ഞാൻ പനി ബാധിച്ച് 1 മാസം സുഖമില്ലാതായി തലമുടി കൊഴിഞ്ഞു പോയ ശേഷം ചെറിയ മുടികൾ തലയിൽ ധാരാളം നിറഞ്ഞു. അങ്ങനെ ഉമ്മുറുമാന എന്ന് വെച്ചാൽ ആയിഷയുടെ ഉമ്മ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരികളോടൊപ്പം ഊഞ്ഞാലിൽ കളിക്കുകയായിരുന്നു. അവർ വലിയ ഉച്ചത്തിൽ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. എന്താണ് എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നെനിക്കറിയുമായിരുന്നില്ല. അങ്ങനെ അവർ എൻ്റെ കൈ പിടിച്ചു വീടിൻ്റെ വാതിക്കൽ കൊണ്ടുപോയി നിർത്തി. ഞാൻ പേടിച്ച് കിതച്ചു, ദീർഘശ്വാസം അയച്ചു. ആഹ് ആഹ് എന്നിപ്രകാരം പറഞ്ഞു. അങ്ങനെ ശ്വാസം ശാന്തമായി. എന്നെ ഒരു വീട്ടിൽ പ്രവേശിപ്പിച്ചു. അവിടെ അൻസാരികളിൽപ്പെട്ട കുറേ സ്ത്രീകളുണ്ടായിരുന്നു. അവർ എനിക്ക് നന്മയും അനുഗ്രഹവും സൗഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ, എൻ്റെ ഉമ്മ, എന്നെ അവരെ ഏൽപ്പിച്ചു. അവരെൻ്റെ തലമുടി കഴുകി നന്നാക്കി തന്നു. ലുഹാ സമയത്തല്ലാതെ നബി എൻ്റെ അടുത്ത് വന്നില്ല. ലുഹാ സമയത്ത് നബി വന്നു. അപ്പോൾ എന്നെ അവർ നബിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സുഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 16 ഹദീസ് നമ്പർ 69. 6 വയസ്സെന്ന് ആയിഷ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും 6 വയസ്സല്ല, 5 വയസ്സും 10 മാസവും ആയിരുന്നു വിവാഹ സമയത്തെ ആയിഷയുടെ പ്രായമെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ 6 വയസ്സിലേക്ക് എത്തിയിട്ടില്ല. ആയിഷ പറയാണ് 6 വയസ്സെന്ന്. പക്ഷേ ഇസ്ലാമിക പണ്ഡിതന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടവൻ അങ്ങോട്ട് മാറി നിൽക്കി, കേട്ടവൻ പറയട്ടെ എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇവിടെ. സ്വന്തം പ്രായം ഒരു കുഞ്ഞു പറയുമ്പോൾ അല്ല, പണ്ഡിതന്മാർ അതിനെ തിരുത്തുകയാണ്. എന്തുവായിക്കോട്ടെ, പണ്ഡിതന്മാർക്ക് പ്രബല അഭിപ്രായം ഇതിൻ്റെ അകത്തുണ്ടല്ലോ. ആയിഷയുടെ പ്രായം എത്രയാണെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. എത്ര വയസ്സ്? 5 വയസ്സും 10 മാസവും. ഇസ്ലാമിക ലോകം ആദരിക്കുന്ന പണ്ഡിതനായ സയ്യിദ് സുലൈമാൻ നദ്വി രചിച്ച ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ എന്ന ഗ്രന്ഥം AP അബ്ദുൾ റഹ്മാൻ കുരുക്കൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും ഇസ്ലാമിക് പബ്ലിക് ഹൗസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് നമുക്കിനി കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധയോടെ കേൾക്കുക. പ്രവാചകലബ്ധിയുടെ 4-ാം വർഷത്തിൽ ആരംഭത്തിൽ ആയിഷയുടെ ജന്മം 10-ാം വർഷത്തിൽ 6-ാം വയസ്സിൽ വിവാഹവും നടന്നുവെന്ന് ചരിത്രകാരനായ ഇബ്നു സയ്യിദ് അഭിപ്രായപ്പെടുന്നു. അദ്ദേഹത്തെ അനുകരിച്ച് മറ്റു ചില ചരിത്രകാരന്മാരും ഇതേ അഭിപ്രായം തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഒരു വിധത്തിലും ഇത് ശരിയാവാൻ സാധ്യത കാണുന്നില്ല. നുബുവത്തിന്റെ 4-ാം വർഷത്തിന്റെ ആരംഭത്തിൽ ജനിച്ചുവെന്ന് അംഗീകരിച്ചാൽ നുബുവത്തിന്റെ 10-ാം വർഷത്തിൽ അവരുടെ വയസ്സ് 6 അല്ല 7 ആയിരിക്കും. ഹിജ്റയുടെ 3 വർഷം മുമ്പ് 6-ാം വയസ്സിലാണ് അവരുടെ വിവാഹം നടന്നത്. ഹിജ്റ 1-ാം വർഷം ശവ്വാലിൽ മധുവിധുവും നടന്നു 18-ാം വയസ്സിൽ, അതായത് ഹിജ്റ 11. റബീഉൽ അവ്വലിൽ വിധവയുമായി. സർവാംഗീകൃതമായ ചരിത്ര വസ്തുക്കളാണിത്. ഇബ്നു സയ്യിദിന്റെ അഭിപ്രായം ഈ ചരിത്ര വസ്തുതകളുമായി പൊരുത്തപ്പെടുന്നില്ല. തദടിസ്ഥാനത്തിൽ നുബുവത്തിന്റെ 5-ാം വർഷത്തിന്റെ അന്ത്യം, അതായത് ഹിജ്റയുടെ 9 വർഷം മുമ്പ് ശവ്വാൽ ക്രിസ്തുവർഷം 614 ജൂലൈ ആയിരിക്കും അവരുടെ ശരിയായ ജനനകാലം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കണ്ടവൻ മാറി നിൽക്ക്, കേട്ടവൻ സത്യാവസ്ഥ പറയട്ടെ എന്ന് പറഞ്ഞാൽക്കാണ്.
ഇവരുടെ ഇടയിൽ തന്നെ ഇസ്ലാമിൻ്റെ മാതാവായ ആയിഷയുടെ പ്രായത്തിൽ തന്നെ ഭയങ്കര അഭിപ്രായ വ്യത്യാസം നടക്കുകയാണ്. ഇനി എന്നാണ് ആയിഷയുടെ വിവാഹം നടന്നത് എന്ന് നോക്കാം. ആയിഷയുടെ വിവാഹം ഹിജ്റയുടെ 2 വർഷം മുമ്പാണെന്നും 3 വർഷം മുമ്പാണെന്നും 2.5 വർഷം മുമ്പാണെന്നും ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഖദീജയുടെ നിര്യാണം നടന്ന അതേ വർഷം തന്നെയാണെന്നും അതല്ല അതിനുശേഷം 3 വർഷം കഴിഞ്ഞാണെന്നും മറ്റു ചില റിപ്പോർട്ടുകളുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതത്രേ. ഖദീജ നുബുവത്തിന്റെ 10-ാം വർഷം ഹിജ്റയുടെ ഏതാണ്ട് 3 വർഷം മുമ്പ് റമദാനിൽ അന്തരിച്ചു. അതേ വർഷം 1 മാസം കഴിഞ്ഞ് ശവ്വാലിൽ ആയിഷയെ നബി വിവാഹം കഴിക്കുകയും ചെയ്തു. അന്ന് ആയിഷയ്ക്ക് 6 വയസ്സ് പ്രായമായിരുന്നു. ഇതനുസരിച്ച് ക്രിസ്തു വർഷം 620 മെയ്യിലാണ്. ഹിജ്റയുടെ 3 വർഷം മുമ്പ് ശവ്വാലിൽ ആയിഷയുടെ വിവാഹം അന്ന് നടന്നിരുന്നെങ്കിലും 3 വർഷത്തിന് ശേഷം 9-ാം വയസ്സിലാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഈ അലിയാർ കാസിമി 10 വയസ്സിലല്ലേ എന്നൊക്കെ പറയുമ്പോൾ 6 വയസ്സിൻ്റെ കാര്യത്തിൽ ഭൂമിയുടെ മുകളിൽ വെച്ചേക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭീഷണിയുടെ സ്വരമാണല്ലോ അലിയാർ കാസിമി. അലിയാർ കാസിമി ഇങ്ങനെയൊക്കെ രോഷം കൊള്ളേണ്ട കാര്യമുണ്ടോ? ഭൂമിക്ക് മുകളിൽ വെച്ചേക്കാൻ പാടില്ല. അതെന്താണെന്നറിയോ? എത്ര ഇതാണെങ്കിലും ഇസ്ലാം കാരുണ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുഹമ്മദിൻ്റെ വാളിൻ്റെ ആ ശീൽക്കാരം ഉള്ളിൽ കൂടെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അതെപ്പോഴും നിങ്ങൾക്ക് ആ ഉള്ളിൽ എപ്പോഴും ഒരു ബോധം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ പ്രശ്നം. ഇനി ഈ വിഷയത്തിൽ 3 വർഷം കഴിഞ്ഞാണ്, 5 വർഷം കഴിഞ്ഞാണ്, 2 വർഷം കഴിഞ്ഞാണ്, 2.5 വർഷം കഴിഞ്ഞാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആകെ ഒരു ആയിഷയുണ്ട്, അതിനെ പണ്ഡിതന്മാർ പല വർഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിലാണ് ശരിയാകുന്നതെന്ന് ഒരു പിടുത്തമില്ല. ഈ പുസ്തകത്തിൻ്റെ 35-ാമത്തെ പേജിൽ ഇപ്രകാരം ഒരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ബാല്യകാല വിവാഹം നബിയുടെ വ്യക്തിത്വത്തിന് ചേർന്നതല്ലെന്ന് ധരിച്ച സൂക്ഷ്മ ദൃക്കുകളല്ലാത്ത ചില ആളുകൾ വിവാഹ സമയത്ത് ആയിഷയുടെ പ്രായം 16 ആയിരുന്നെന്ന് സ്ഥാപിക്കാൻ വൃഥാശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ വാദത്തിന് ഒരു തെളിവില്ല. ഹദീസ് ചരിത്രകൃതികളിലൊന്നും ഈ വാദത്തിന് പിൻബലം നൽകുന്ന ഒരക്ഷരം പോലും ലഭ്യമല്ല. വിശദീകരണത്തിന് മുആരിഫിൻ്റെ 1928 ജൂലൈ ലക്കവും 29 ജനുവരി ലക്കവും നോക്കുക എന്നൊക്കെ അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആയിഷയുടെ പ്രായം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആയിഷയുടെ പ്രായം ഒരു 16 അല്ല, വേണം 20 അല്ല, 25 വയസ്സ് വരെയാകും. അങ്ങനെയാണെന്നൊരു വേറൊരു പ്രശ്നം വരുന്നുണ്ട്. ഈ വിവരണം അനുസരിച്ചാണെങ്കിൽ വിവാഹ സമയത്ത് ആയിഷയുടെ പ്രായം 6 വയസ്സല്ല, 5 വയസ്സും 10 മാസവുമാണ്. AD 614 ജൂലൈ, AD 620 മെയ്. മുഹമ്മദിൻ്റെ പ്രായം ഏകദേശം 51 വയസ്സും. 3 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു എന്ന് പറയുന്നു. അതായത് ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ ആയിഷയുടെ പ്രായം 8 വയസ്സും 10 മാസവും ആണ്. മുഹമ്മദിൻ്റെ പ്രായം 54 വയസ്സും. അപ്പോൾ ഇവർ എങ്ങനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഇനി ഇവരുടെ ഹിജ്റ കലണ്ടർ വെച്ച് നോക്കുകയാണെങ്കിലും ആയിഷയുടെ വയസ്സ് 18 വയസ്സാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുമ്പോൾ മുഹമ്മദിൻ്റെ പ്രായം എത്രത്തോളം കൂടിപ്പോകും എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. മറ്റ് ചില ആളുകൾ ഈ വിവാഹത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയാറുള്ളത് നബിയുടെ ചര്യകൾ ഹദീസുകൾ കണ്ട് മനസ്സിലാക്കാനും മനഃപ്പാഠമാക്കാനും അത് അടുത്ത തലമുറയിൽ ഉള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയാണ് എത്ര ചെറുപ്രായത്തിലെ ആയിഷ ബീവിയെ തിരുമേനി ഭാര്യയായി അള്ളാഹു നിശ്ചയിച്ചത് എന്നാണ്. മുഹമ്മദ് പ്രവാചകത്വാവകാശം നടത്തിയ 5-ാം വർഷമാണ് ആയിഷ ജനിക്കുന്നത് തന്നെ. 13-ാം വർഷമാണ് മുഹമ്മദിൻ്റെ ഭാര്യയാകുന്നത്. ചുരുക്കത്തിൽ മുഹമ്മദിൻ്റെ പ്രവാചകത്വ ജീവിതത്തിലെ ആദ്യത്തെ 13 വർഷത്തെ കാര്യങ്ങളൊന്നും ആയിഷയ്ക്ക് നേരിട്ട് അറിവുള്ളതല്ല. കേട്ടുകേൾവിയിൽ മാത്രമാണ്. ദൃക്സാക്ഷി എന്ന നിലയിൽ മുഹമ്മദിൻ്റെ പ്രവാചക ജീവിതത്തിലെ വെറും 10 വർഷത്തെ ചില കാര്യങ്ങളെക്കുറിച്ച് ആയിഷയ്ക്ക് ആധികാരികമായി പറയാനാവും. ആധുനിക ദാവാക്കാരിൽ ചിലർ പറയുന്നത് പോലെ ആയിരുന്നു കാര്യമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 23 വർഷമെങ്കിലും ഭാര്യയായി മുഹമ്മദിനോടൊപ്പം ആയിഷ ജീവിക്കണമായിരുന്നു. അതിന് പ്രവാചകത്വ അവകാശത്തിൻ്റെ ആദ്യ വർഷം തന്നെ മുഹമ്മദ് ആയിഷയെ വിവാഹം ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ ഖദീജ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റൊരു വിവാഹം എന്നത് മുഹമ്മദിന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധ്യമല്ലായിരുന്നു. സ്വപ്നത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉള്ളിലേക്ക് വരാൻ പോലും സാധിക്കത്തില്ല. അതായിരുന്നു ഖദീജയുടെ ആ ഒരു നിലപാട്. ദരിദ്രനായിരുന്ന മുഹമ്മദ് അതിസമ്പന്നനായ ഖദീജയുടെ 3-ാം ഭർത്താവായതോടെയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് തന്നെ മുഹമ്മദിന് മോചനം ലഭിക്കുന്നത്. ഖദീജ ജീവിച്ചിരിക്കെ വേറൊരു വിവാഹം മുഹമ്മദ് കഴിച്ചിരുന്നെങ്കിൽ ഖദീജയാൽ പുറം തള്ളപ്പെടുകയും വീണ്ടും ദാരിദ്ര്യത്തിൻ്റെ നിലയില്ലാ കയത്തിലേക്ക് തന്നെ വീണു പോവുകയും ചെയ്തേനെ. മുഹമ്മദിന് നിവൃത്തി ഉണ്ടാകുമായിരുന്നുള്ളൂ.
കാരണം ആ ദാരിദ്ര്യത്തിൻ്റെ എങ്ങോട്ട് വന്നോ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകുന്ന ആ നിവർത്തികേടിലേക്ക്, ആ നിവർത്തി ഇല്ലാത്ത ജീവിതത്തിലേക്ക്, സാമ്പത്തികമായും മാനസികമായിട്ടും ഒന്നും നിവർത്തിയില്ലാത്ത ജീവിതത്തിലേക്ക് തന്നെ മുഹമ്മദ് തിരിച്ചു പോകേണ്ടി വന്നേനെ. അതുകൊണ്ട് തന്നെ ഖദീജയുടെ മരണം വരെ ഏക പത്നി വ്രതക്കാരനായി കഴിയേണ്ട ഗതികേടിലാണ് മുഹമ്മദ്. എങ്ങനെയാണ് പ്രവാചകലത്തിയുടെ ആദ്യ വർഷങ്ങളിൽ തന്നെ ആയിഷയെ പോലൊരു ഇളം പെണ്ണിനെ ഭാര്യയായി നൽകാൻ അള്ളാഹുവിന് പോലും കഴിയുക? കാരണം ഖദീജ ജീവിച്ചിരിക്കല്ലേ. ആ സമയത്ത് അള്ളാഹുവിന് പോലും സാധിക്കത്തില്ല, നിനക്കിതാ പുതിയൊരു പെണ്ണിനെ തരുന്നു എന്ന് പറയുന്നത് പോലും സാധിക്കത്തില്ല. എന്തായാലും ഇളം പെൺകുട്ടികളെ മുഹമ്മദ് വിവാഹം കഴിച്ചിരുന്നത് എന്തിനാണെന്ന് നമുക്ക് വേറൊരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം: ഞങ്ങൾ ഒരിക്കൽ റസൂലിന്റെ കൂടെ യുദ്ധത്തിലായിരുന്നു. ഞങ്ങൾ മടങ്ങിപ്പോരുമ്പോൾ പതുക്കെ നടക്കുന്ന എൻ്റെ ഒട്ടകപ്പുറത്ത് കയറി ഞാൻ വേഗത്തിൽ യാത്ര ചെയ്തു. എൻ്റെ പിന്നിൽ യാത്ര ചെയ്യുന്ന ഒരാൾ എൻ്റെ കൂടെ എത്തി. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വടി കൊണ്ട് എൻ്റെ ഒട്ടകത്തെ കുത്തി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് റസൂലായിരുന്നു. ജാബിറെ, നിനക്കെന്താണ് ഇത്ര ധൃതി എന്ന് എന്നോട് നബി ചോദിച്ചു. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ അടുത്ത കാലത്ത് വിവാഹം ചെയ്ത പുതുമരനാകുന്നു. അപ്പോൾ നബി ചോദിച്ചു, കന്യകയാണോ അതോ വിധവയാണോ വിവാഹം കഴിച്ചത്? ഞാൻ പറഞ്ഞു, വിധവയെ. നബി പറഞ്ഞു, നിനക്ക് അവളോടും അവൾക്ക് നിന്നോടും കളിക്കാൻ പറ്റുന്ന ഒരു കന്യകയെ വിവാഹം ചെയ്യാമായിരുന്നില്ലേ? നിവേദകൻ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ മദീനയിലെത്തിയപ്പോൾ ഞങ്ങൾ ഭാര്യമാരുടെ അടുത്ത് പോകാൻ ഉദ്ദേശിച്ചു. അപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ രാത്രിയാകും വരെ സാവകാശം നൽകുക. അവരുടെ ചിതറിയ തലമുടിയും മറ്റും നേരെയാക്കുവാനും സ്വകാര്യ സ്ഥാനങ്ങൾ വൃത്തിയാക്കാനും അവർക്ക് സമയം നൽകുക. സുഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 17 ഹദീസ് നമ്പർ 57. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? കന്യകയെ വിവാഹം ചെയ്താൽ അന്യോന്യം കളിക്കാമെന്ന് അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ വ്യക്തിയാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? കന്യകയെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ അന്യോന്യം കളിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കാമെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ വ്യക്തിയാണ് 6 വയസ്സുകാരി വിവാഹം കഴിച്ചത്. സമൂഹത്തിന് ഇതിൽ നിന്ന് ലഭിച്ച സന്ദേശം എന്താണെന്ന് അറിയാൻ ഇന്ന് ഗൾഫ് നാടുകളിലും ആഫ്രിക്കൻ മുസ്ലിം നാടുകളിലും നടക്കുന്ന ശൈശവ വിവാഹങ്ങൾ നോക്കിയാൽ മതി. ഈ അടുത്തിടയ്ക്ക് പല സ്ഥലങ്ങളിലും നടന്നല്ലോ, പെരുമ്പാവൂരുമൊക്കെ നടന്നതായിട്ടുള്ള വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ. ഇതിന് മുസ്ലിങ്ങൾ എന്തൊക്കെ ന്യായം പറഞ്ഞാലും മുകളിലെ ഹദീസിൽ മുഹമ്മദ് പറഞ്ഞു നോക്കുമ്പോൾ പിഞ്ചു കുഞ്ഞിനെ കേവലം ഇളം ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന ലൈംഗികാനന്ദം മാത്രമാണ് ഈ വിവാഹത്തിൻ്റെ പുറകിലെ ചേതോ വികാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, നിങ്ങൾ അലിയാർ കാസിമിയെ പോലുള്ള മറ്റുള്ള മുസ്ലിങ്ങളെ പോലെ ഇത് കേൾക്കുമ്പോഴത്തേനും കുറേ എണ്ണം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതും ഇതൊക്കെ എഴുതിയിടും നിങ്ങളെപ്പോലുള്ള മുഹമ്മദിയരോട് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മുഹമ്മദിനേക്കാളും മാതൃകയും സമൂഹത്തിൽ മാന്യരുമാണ് ഭൂമിയിലുള്ള മുസ്ലിങ്ങൾ. ഞാൻ പറയുന്നുണ്ട്, അത് എല്ലാ സ്ഥലത്തും പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവാചകനായ അന്ത്യപ്രവാചകൻ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ മുസ്ലിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദിനേക്കാൾ ഡീസൻ്റാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾ. ഞാൻ പറയും, ഞാനത് തെളിയിക്കുകയും ചെയ്യും. എനിക്കതിലൊരു കുഴപ്പമില്ല. നിങ്ങൾ ആ കാര്യത്തിലൊക്കെ ഈ കമൻറ്റ് ബോക്സിൻ്റെ താഴെ വന്ന് ഇനി എഴുതിയിടാനിരിക്കുന്ന മുസ്ലിങ്ങളോട് എല്ലാവരോടും പറയാണ്, ആയിഷേനേക്കാൾ എന്തുകൊണ്ടും മാതൃകയുള്ളവരാണ് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഭാര്യമാർ. മനസ്സിലായോ? നിങ്ങളുടെ ആയിഷേനേക്കാൾ എന്തുകൊണ്ടും മാതൃകയുള്ളവരാണ് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മുസ്ലിങ്ങളായിട്ടുള്ളവരുടെ ഭാര്യമാർ. അതും ഞാൻ ഉറപ്പ് തരും. ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില ചോദ്യങ്ങളുണ്ട്. ചോദ്യം 1, മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ടെന്ന് അധ്യായം 33-21 പറയുന്നുണ്ട് എന്ന് ആ അധ്യായത്തിൽ ഖുറാനിൽ മലക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മാതൃക വെച്ചുകൊണ്ടാണ് ചോദ്യം. മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് ഖുറാനിൽ മലക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. മുഹമ്മദ് കാണിച്ചു കൊടുത്ത ഈ മാതൃക ഇന്ന് ഏതെങ്കിലും മുസ്ലിം പിൻപറ്റിയാൽ അവൻ ബാലപീഡനത്തിന് അഴിയണേണ്ടി വരും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അനുകരിക്കാൻ പറ്റാത്ത ഒരു മാതൃക എന്തുകൊണ്ടാണ് മുഹമ്മദ് തൻ്റെ അനുയായികൾക്കായി നൽകിയത്? ചോദ്യം 1 കാരണം നിങ്ങളിത് അനുകരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ 33-21 ആ ആയത്തിനെ നിങ്ങൾ കടലിൽ കായം കലക്കി കണക്കാക്കും. ചോദ്യം 2, അനുയായികൾക്ക് അനുകരിക്കാൻ പറ്റാത്ത മാതൃക നൽകിയ മുഹമ്മദിനെ തന്നെ ഉത്തമ മാതൃകാ പുരുഷനായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ അനുകരിച്ചെങ്കിൽ മാത്രമല്ലേ ആ മാതൃകയിൽ എന്തെങ്കിലും കഴമ്പുണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് പിൻപറ്റാൻ കഴിയാത്ത കാര്യം ചെയ്തിട്ട് പോയ ആളെ
എങ്ങനെയാണ് ഞങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്? നിങ്ങളുടെയൊക്കെ മതപ്രഭാഷണങ്ങളിലൊക്കെ ഭയങ്കര സംഭവമായിട്ട് അങ്ങ് വിളിച്ചു പറയുന്നതാണ്. ഭയങ്കര മാതൃകയാണ്, വിവാഹ ജീവിതത്തിൽ മാതൃകയാണ്, സമൂഹത്തിനിടയിൽ മാതൃകയാണ്. എന്ത് തള്ളാണ് തള്ളുന്നേ അറിയാവോ? പക്ഷെ മുഹമ്മദ് ചെയ്ത ഒരു കാര്യം പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും. 4, കുറഞ്ഞ പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളിലെങ്കിലും തങ്ങളുടെ നബിയുടെ മാതൃക പിൻപറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആ രാജ്യത്തിലെ പെൺകുട്ടികളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം 5 വയസ്സും 10 മാസവും എന്ന് നിജപ്പെടുത്തേണ്ടതല്ലേ? എന്തുകൊണ്ട് അതും ചെയ്യുന്നില്ല നിങ്ങൾ? നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ കേരളം ഞങ്ങൾ പിടിച്ചെടുക്കും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കേരളത്തിലേക്ക് ആ ഒരു ഇതൊക്കെ കൊണ്ടുവരുമോ? 5, ഹദീസ് ചരിത്ര ഗ്രന്ഥങ്ങൾ ഒന്നിലും ഒരക്ഷരത്തിൻ്റെ പോലും പിൻബലമില്ലെങ്കിലും വിവാഹ സമയത്ത് ആയിഷയുടെ പ്രായം 16 വയസ്സായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില മുസ്ലിങ്ങൾ ആയിഷയുടെ പ്രായം തിരുത്താൻ ശ്രമിക്കുന്നതിൻ്റെ പുറകിലെ ചേതോവികാരം എന്താണ്? അതുകൂടെ ഒന്ന് പറയണേ. ഈ 6 വയസ്സെന്ന് ആയിഷ തന്നെ പറയുമ്പോൾ പണ്ഡിതന്മാർ വന്നിട്ടല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ആയിഷയുടെ പ്രായം ആയിഷയ്ക്ക് പറയാൻ അറിയാമല്ലോ. ഒന്നുമില്ലെങ്കിൽ അവസാന കാലം വരെ, ആ മരിക്കുന്ന സമയം വരെ ആയിഷയുടെ മടിയിൽ കിടന്നാണല്ലോ മരിക്കുന്നത് തന്നെ. അതല്ലേ നല്ലത്. 6, 50 വയസ്സ് കഴിഞ്ഞ ഒരാൾ 5 വയസ്സും 10 മാസവും പ്രായമുള്ള ഒരു കുരുന്നിനെ വിവാഹം കഴിക്കുന്നത് മ്ലേച്ഛതയാണെന്നുള്ള തിരിച്ചറിവില്ലാത്ത വേറെ എന്തെങ്കിലും കാരണമുണ്ടോ വിവാഹ സമയത്തെ ആയിഷയുടെ പ്രായം തിരുത്താൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ? 7, മനുഷ്യൻ പരിഷ്കൃതനാകുന്നതനുസരിച്ച് തിരുത്തപ്പെടേണ്ട ഒന്നാണോ സർവ്വലോകത്തിലും മാതൃകയെ പടച്ച തമ്പുരാൻ അയച്ചതെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന നബിയുടെ ചര്യകൾ? കാരണം നിങ്ങൾ തന്നെയാണ് പറയുന്നത് മനുഷ്യനെ നല്ല രീതിയിലാക്കിയിരിക്കുന്നത് ആരാണ്? മുഹമ്മദിൻ്റെ ഇതാണ്. പക്ഷെ ഇതെന്താണ് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്? അടുത്തത്, 6 വയസ്സ് തികയാത്ത ഒരു ബാലികയെ വിവാഹം ചെയ്ത് 9 വയസ്സ് തികയുന്നതിനു മുമ്പേ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ എന്ത് മാതൃകയാണ് അല്ലെങ്കിൽ എന്ത് സദാചാര സന്ദേശമാണ് ഒരാൾക്ക് സമൂഹത്തിന് നൽകാനുണ്ടാവുക? 6 വയസ്സ് പോലും തികയാത്ത ഒരു കുട്ടിയെ നിക്കാഹ് ചെയ്തിട്ട് 9 വയസ്സ് തികയുന്നതിന് മുമ്പ് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലുള്ള എന്ത് മാതൃകയാണ്? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഇതാണ് സമൂഹത്തിന് തരുന്നത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളിലാണ് എല്ലാം ഉള്ളതെന്ന്. ശരിയാണ്, എല്ലാം നിങ്ങളിലാണ് ഉള്ളത്. ജയിലുകളിലൊക്കെ പോയി നോക്കിയാൽ മതി, എല്ലാം നിങ്ങളിൽ തന്നെയാണ്. അടുത്തൊരു ചോദ്യം, ഇങ്ങനെയുള്ള കാര്യം പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ ചെയ്യുമോ? നിങ്ങൾ പറയും ചെയ്യുമെന്ന്. കാരണം നിങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തുമില്ല, അതുകൊണ്ട് തന്നെയാണല്ലോ. ആയിഷയെക്കുറിച്ച് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ? ആയിഷയെക്കുറിച്ച് മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന വലിയൊരു വർണ്ണനയാണ്. അബൂ മൂസ പറയുന്നു, തിരുമേനി അരുളി, പുരുഷന്മാരിൽ ധാരാളം പേർ പൂർണ്ണത പ്രാപിച്ചിട്ടുണ്ട്. സ്ത്രീകളിൽ ഫിറൌന്റെ ഭാര്യ ആസിയയും ഇമ്രാന്റെ മകൾ മറിയയും മാത്രമാണ് പൂർണ്ണത പ്രാപിച്ചിട്ടുള്ളത്. ഇതര സ്ത്രീകളെ അപേക്ഷിച്ച് ആയിഷയുടെ ശ്രേഷ്ഠത ഇതര ആഹാര പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് കറി ചേർത്ത പത്തിരിക്കുള്ളതുപോലെയാണ്. ചേർത്ത പത്തിരി പോലെയുള്ള ഈ ആയിഷയ്ക്ക് പക്ഷെ മുഹമ്മദിന് തന്നോടുള്ള സ്നേഹമല്ല, വെറും കാമം മാത്രമാണെന്ന കാര്യം നന്നായി തന്നെ അറിയാമായിരുന്നു എന്ന് താഴെയുള്ള ഹദീസ് വ്യക്തമാക്കി തരുന്നതാണ്. ആയിഷ പറയുന്നു, എന്നെ തലവേദന ബാധിച്ചപ്പോൾ എൻ്റെ തല തകർന്നല്ലോ എന്ന് ഞാൻ വിലപിച്ചു. തിരുമേനി അരുളി, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് നിനക്ക് മരണം സംഭവിക്കുന്നതെങ്കിൽ ഞാൻ നിനക്ക് പാപമോചനത്തിന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ സങ്കടപ്പെട്ടു. സങ്കടം അല്ലാഹുവാണേ, അന്ന് വൈകുന്നേരം തന്നെ അങ്ങയുടെ മറ്റൊരു ഭാര്യയുമായി കൂടിക്കഴിയും. തിരുമേനി അരുളി, യഥാർത്ഥത്തിൽ എൻ്റെ തലയ്ക്കാണ് കേട്. ആളുകൾ അതും ഇതും പറയാതിരിപ്പാൻ, അതിമോഹികൾ ഭരണകാര്യത്തിൽ കണ്ണുവെക്കാതിരിപ്പാനും വേണ്ടി അബൂബക്കറിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെയും അടുക്കലേക്ക് ആളെ അയക്കുവാൻ പോലും ഞാൻ ഉദ്ദേശിച്ചു. പിന്നീട് എനിക്ക് തോന്നി അല്ലാഹുവിന് സമ്മതമാവുകയില്ല, സത്യവിശ്വാസികൾ അത് നിരസിക്കുകയും ചെയ്തേക്കും. അപ്പോൾ താൻ മരിച്ചാൽ അന്ന് വൈകുന്നേരം തന്നെ തൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ വേറെ ഭാര്യയുമായി കൂടെ കഴിയുന്ന ആയിഷ പറയണമെന്നുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിന് തന്നോടുള്ള മനോഭാവം എപ്രകാരമുള്ളതാണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ. കാരണം ഭർത്താവ് എത്രക്കാരനാണെന്ന് ആയിഷ എന്ന് പറയുന്ന ഭാര്യയ്ക്ക് മനസ്സിലായി. ആ മനസ്സിലായതുകൊണ്ട് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇത് എൻ്റെ ഭർത്താവ് ഇന്നയാളാണെന്ന്. ഓക്കെയാണ്. ഇതുകൂടാതെ വേറൊരിക്കൽ അള്ളാഹുവിനെയും മുഹമ്മദിനെ കണക്കിന് കളിയാക്കുന്നുണ്ട് ആയിഷ. ഞാൻ നോക്കിയിട്ട് ഇസ്ലാമിൽ മുഹമ്മദിനെ ഏറ്റവും കൂടുതൽ ട്രോളിയിട്ടുള്ള ആൾ സ്വന്തം ഭാര്യയായ ആയിഷ തന്നെയാണ്, വേറെ ആരുമല്ല. ഏതെങ്കിലും സ്ത്രീ സ്വന്തം ശരീരം മുഹമ്മദിന് ദാനം ചെയ്യാൻ തോന്നിയാൽ മുഹമ്മദിനെ അവളെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതും നാം അനുവദിച്ചിരിക്കുന്നു എന്ന് മലക്ക് പറഞ്ഞപ്പോഴാണ് ഖുറാൻ്റെ അകത്ത്
മലക്ക് പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? ആ അതുണ്ടെന്നുള്ള കാര്യം ബോധ്യമാകുന്നത്. 33:50 ആയിഷ പറയുന്നു, തങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ തിരുമേനിക്ക് അർപ്പിച്ച സ്ത്രീകളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നിൽ അഭിമാനരോഷം തലയുയർത്തി വരാറുണ്ടായിരുന്നു. ഞാൻ ചോദിക്കും, ഒരു സ്ത്രീ സ്വശരീരത്തെ ദാനം ചെയ്യുകയും അവസാനം അല്ലാഹു മേൽ പറഞ്ഞ ഖുർആൻ വാക്യം അവതരിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കളുടെ മേൽ കുറ്റമൊന്നുമില്ല, അങ്ങയുടെ നാഥൻ അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരുന്നതിൽ വളരെ ധൃതി കാണിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല ട്രോളാണ്. നല്ല രീതിയിൽ സ്വന്തം ഭർത്താവിനെ ട്രോളി വിടുകയാണ്. ആയിഷയുടെ പരിഹാസം പോലും മനസ്സിലാക്കാൻ മുഹമ്മദ് കഴിഞ്ഞില്ല എന്നത് വേറെ ഒരു കാര്യമാണ്. കാരണം പുള്ളിക്ക് ഈ പരിഹാസം എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. പുള്ളി വേറെ പല ചിന്തയിലായിരിക്കുമല്ലോ. മാത്രമല്ല, മുഹമ്മദിന്റെ മരിച്ചുപോയ ആദ്യ ഭാര്യ ഖദീജയോടുള്ള വെറുപ്പും ആയിഷ പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു. 2 ഹദീസുകൾ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ആയിഷയെ ഖദീജയോട് ഒരു താല്പര്യമില്ലായിരുന്നു. അത് ഈ ഹദീസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും. ആയിഷ പറയുന്നു, ഖദീജയുടെ സഹോദരി ഹാല ഒരിക്കൽ വന്നപ്പോൾ തിരുമേനിയുടെ അടുക്കൽ പ്രവേശിക്കാൻ സമ്മതം ആവശ്യപ്പെട്ടു. ഖദീജയാണ് അനുവാദം ചോദിക്കുന്നതെന്ന് തോന്നി തിരുമേനി ഭയന്നുപോയി. അവിടുന്ന് അരുളി, അല്ലാഹുവേ, ഇത് ഹാലയാണല്ലോ. ആയിഷ പറയുന്നു, അപ്പോഴെനിക്ക് ഖദീജയ്ക്ക് തിരുമേനിയുടെ മനസ്സിലുള്ള സ്ഥാനത്തിൽ രോഷം തോന്നി. ഞാൻ ചോദിച്ചു, പല്ല് വീണു പോയിട്ട് മോണ ചുവന്ന ഒരു ഖുറൈശി വൃദ്ധയെക്കുറിച്ച് അങ്ങൊന്ന് ഇത്രയൊക്കെ ഓർക്കാൻ എന്തിരിക്കുന്നു? അവരെന്നോ മരിച്ചുപോയി കഴിഞ്ഞു. ഇന്ന് അല്ലാഹു അങ്ങേക്ക് അവരെക്കാൾ ഉത്തമരായ പത്നിമാരെ പകരം തന്നിട്ടുണ്ടല്ലോ. ആദ്യ ഭാര്യയായ ഖദീജയെ പറ്റി 2ാം ഭാര്യയായിട്ടുള്ള 6 വയസ്സുകാരി അല്ലെങ്കിൽ 5 വയസ്സും 10 മാസവും പ്രായമുള്ള കുട്ടി പറയുന്നതാണ്, പല്ല് വീണുപോയിട്ട് മോണ ചുവന്ന ഒരു ഖുറൈശി വൃദ്ധയെന്ന് വിളിച്ചാണ് ഇസ്ലാമിൻ്റെ മാതാക്കളിലെ ആദ്യത്തെ മാതാവായ ഖദീജയെ അഭിസംബോധന ചെയ്യുന്നത്. അടുത്ത ഹദീസ്, ആയിഷ നിവേദനം, ഖദീജയോട് എനിക്ക് രോഷമുണ്ടായത്ര പ്രവാചകന്റെ ഒരു ഭാര്യയോടും എനിക്ക് രോഷമുണ്ടായിട്ടില്ല. എന്നെ അള്ളാഹുവിൻ്റെ റസൂൽ വിവാഹം കഴിക്കുന്നതിന് 3 വർഷം മുമ്പ് അവർ മരണപ്പെട്ടു പോയിരുന്നു. അവരെക്കുറിച്ച് റസൂൽ സ്മരിക്കുന്നത് കേൾക്കുന്നത് കൊണ്ടാണ് അതുണ്ടായത്. സ്വർഗത്തിൽ അവർക്ക് മുത്തുകൾ കൊണ്ടൊരു ഭവനമുണ്ടെന്ന് അവർക്ക് സന്തോഷം അറിയിക്കാൻ അള്ളാഹു അവിടുത്തോട് കൽപ്പിച്ചു. നബി ഒരാടിനെ അറുത്താൽ അവരുടെ കൂട്ടുകാരികൾക്ക് അതിൽ നിന്ന് പാരിതോഷികം അയക്കും. അപ്പോൾ ഖദീജയോടുള്ള ആയിഷയുടെ ഒരു വെറുപ്പിന് ഒരു കാരണമുണ്ട്. ആയിഷ പ്രസവിച്ചിട്ടില്ല. എന്നാൽ ഖദീജ ആകട്ടെ മുഹമ്മദിന് ധാരാളം സന്താനങ്ങളെ പ്രസവിച്ചിരുന്നു. മുഹമ്മദിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന മകളായ ഫാത്തിമ ഖദീജയിൽ മുഹമ്മദിനുണ്ടായതാണ്. ഖദീജയോടുള്ള വെറുപ്പ് മുഹമ്മദിൻ്റെ മരണശേഷവും ആയിഷയ്ക്കുണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കി. എന്നിട്ടാണ് ഇവർ പറയുന്നത് മുഹമ്മദിൻ്റെ ഭാര്യമാരെല്ലാം ഒരേ മനസ്സോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ലായിരുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്തതിൽ ഒരു ഇസ്ലാമിക നിക്കാഹിനെ പറ്റി പറയുന്നുണ്ട്. അതൊന്ന് എപ്പിസോഡ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഭാര്യമാരുടെ രീതികൾ എന്തായിരുന്നു എന്നുള്ളത് ദൈവം അനുവദിച്ചാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം മുഹമ്മദിൻ്റെ മരണശേഷം ആയിഷയ്ക്കുണ്ടായിരുന്നു എന്ത്? ഖദീജയോടുള്ള വെറുപ്പ്. മുഹമ്മദിൻ്റെ മരണശേഷം ഖദീജയുടെ മരണശേഷം ഖദീജയോട് വെറുപ്പുണ്ടായിരുന്നത് പോലെ തന്നെ മുഹമ്മദിൻ്റെ മരണശേഷവും ഖദീജയോടുള്ള വെറുപ്പ് തീർന്നിട്ടില്ലായിരുന്നു. ആയിഷയുടെ വീട്ടിൽ വെച്ച് മുഹമ്മദ് മരണമടഞ്ഞപ്പോൾ മൃതദേഹം സംസ്കരിച്ചത് ആയിഷയുടെ വീടിനുള്ളിൽ തന്നെയായിരുന്നു. പിന്നീട് അബൂബക്കറും ഉമറും മരണമടഞ്ഞപ്പോൾ അവരുടെ മൃതദേഹങ്ങളും അടക്കം ചെയ്തത് ആയിഷയുടെ വീടിനുള്ളിൽ മുഹമ്മദിൻ്റെ കബറിടത്തോട് ചേർന്ന് തന്നെയായിരുന്നു. പിന്നെയും ഒരാളെ കൂടി മറവ് ചെയ്യാനുള്ള സ്ഥലം അവിടെ ബാക്കിയുണ്ടായിരുന്നു. മുഹമ്മദിന് ഖദീജയിലുണ്ടായ മകളായ ഫാത്തിമയുടെ മക്കളായിരുന്നു ഹസനും ഹുസൈനും. ഇതിൽ ഹസൻ മരിച്ചാൽ ശവം തൻ്റെ പിതാമഹനായ മുഹമ്മദിൻ്റെ അടുക്കൽ സംസ്കരിക്കണം എന്ന ആഗ്രഹം കൊണ്ട് മരിക്കുന്നതിനു മുമ്പേ ആയിഷയെ ചെന്ന് കണ്ട് അവരുടെ വീട്ടിൽ അടക്കം ചെയ്യുവാൻ അനുവാദം ചോദിക്കുകയുണ്ടായി. ആയിഷ എന്ത് ചെയ്തു? അനുവാദം കൊടുത്തു. ഒരു കുഴപ്പമില്ല, ഇങ്ങോട്ട് പോര്, നിന്റെ ആഗ്രഹമല്ലേ എന്നൊക്കെ പറഞ്ഞു കാണും. അങ്ങനെ അനുവാദം കൊടുത്തു. എന്നാൽ ഹസൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ശവവുമായി ആയിഷയുടെ വീട്ടിലെത്തിയ ഹുസൈനെ ആയിഷ തടഞ്ഞു. ഖദീജയുടെ പേരക്കുട്ടിയെ തൻ്റെ വീട്ടിൽ അടക്കാൻ പറ്റില്ല എന്ന നിർബന്ധം ഉണ്ടായിരുന്ന ആയിഷയോട് ഹുസൈൻ കയർക്കുകയും അതൊരു യുദ്ധത്തിൻ്റെ വക്കുവരെ എത്തുകയും ചെയ്തു. അല്ലെങ്കിലും ഈ മുഹമ്മദ് മരിച്ചു 3 ദിവസം അവിടെ ഇത് ബോഡി കിടക്കുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ
ഒരു യുദ്ധത്തിന്റെ ഇതിലേക്ക് യുദ്ധത്തിന്റെ വക്കുവരെ എത്തുകയും ചെയ്യുമെന്ന് പറയുമ്പോഴത്തേനും മൃതദേഹം വെച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യാണ്? അവിടെ വാഗ്വാദം നടത്തുകയാണ്. എന്നിട്ടാണ് ഇവർ പറയുന്നത് മൃതദേഹത്തെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു. ഒരു ജൂതന്റെ മൃതദേഹം പോയപ്പോൾ എഴുന്നേറ്റ് നിന്നയാളാണ് നബി മുഹമ്മദ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു കാര്യം ഉറപ്പിച്ചോ, ജൂതന്റെ മൃതദേഹം പോയത് കൊണ്ടല്ല അദ്ദേഹം എഴുന്നേറ്റത്. ആ മൃതദേഹത്തിന്റെ പുറകില് മരണമലക്ക് വരുന്നത് കണ്ടതുകൊണ്ടാണ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നത്, അല്ല വേറൊന്നും കൊണ്ടല്ല. കാരണം അത് ഭയപ്പെട്ട അതേ ബഹുമാനിച്ചല്ല, മരണമലക്കിനെ കണ്ടു. കാരണം ആകാശങ്ങളെ ഭയപ്പെടുന്ന ആളായിരുന്നല്ലോ മുഹമ്മദ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ സമയത്ത് എഴുന്നേറ്റ് നിന്നെയാണ്. അപ്പോൾ അത് യുദ്ധത്തിന്റെ വക്കുവരെ എത്തി. മദീനയിൽ ഉണ്ടായിരുന്ന പൗരപ്രമാണിമാർ ഇടപെട്ട് പൊതു ശ്മശാനത്തിൽ തന്റെ മാതാവ് ഫാത്തിമയുടെ ഖബറിനരികിൽ ഹുസൈന്റെ മൃതദേഹം അടക്കം ചെയ്യാനുണ്ടായത്. അപ്പോൾ പൊതു ശ്മശാനത്തിലേക്ക് പോയി. ഇനി ഇവർ പറയുന്നത് പൊതു ശ്മശാനം ആദ്യമായിട്ട് ലോകത്ത് കൊണ്ടുവന്നത് ഇവരാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റത്തില്ല. പള്ളിയോട് ചേർന്ന് കൂടം പെടുന്ന പള്ളി അവർ കൊണ്ടുപോയി. ഇടവക അവർ കൊണ്ടുപോയി. അതിരൂപതയും കൊണ്ട് ഇനിയും കുറച്ചുകൂടെ കൊണ്ടുപോകാനുള്ളൂ. കാരണം അവർക്കിനിയും കൊണ്ടുപോകില്ല. അതിനുവേണ്ടി എല്ലാവരും തയ്യാറായിട്ട് നിങ്ങൾ കൊണ്ടുപോക്കുമെന്നും പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളായ കുറേ എണ്ണം നിപ്പുണ്ട്. സത്യക്രിസ്ത്യാനികളായ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾ ചരിത്രം വെച്ചുകൊണ്ട് അവിടെ വെച്ചിട്ട് പൊക്കോളാൻ പറയുകയും ചെയ്യും. ക്രിസ്ത്യാനികളായ കുറേ എണ്ണം പറയുന്നുണ്ട് കൊണ്ടുപോക്കോ എന്ത് വേണേ കൊണ്ടുപോക്കോ, ഒരു കുഴപ്പമില്ല, ചിരിച്ച മോന്ത കണ്ടാൽ മതി എന്ന് പറയുന്നത്. നിങ്ങളെ നോക്കി ചിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. അല്ലെ ഒരു ക്രിസ്ത്യാനിയെ കണ്ടാലും സത്യക്രിസ്ത്യാനിയെ കണ്ടാലും ഒരു മുസ്ലിം മുഖത്ത് നോക്കി ചിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ചിരിക്കുന്നതിൻ്റെ കാരണം ഒറ്റ കാരണമുള്ളൂ, അവൻ്റെ പർവ്വതം പോലുള്ള പാപങ്ങൾ ചുമക്കാനുള്ള ചുമട്ടുതൊഴിലാളികളാണ് നിന്നെപ്പോലുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെന്നും ജൂതന്മാരെന്നും അവർ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടാണ് മുഖത്ത് നോക്കി ചിരിക്കുന്നത്. അല്ല സ്നേഹത്തിൻ്റെ ചിരിയല്ല, പരിഹാസത്തിൻ്റെ ചിരിയാണ്. അത് മനസ്സിലാക്കാൻ പറ്റാത്ത മനസ്സിലാക്കപ്പെട്ട കുറേ എണ്ണം നടപ്പുണ്ട്. എന്ത് പറയാനാ? നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതുകൊണ്ട് മുസ്ലിങ്ങളോട് പറയാനുള്ളത്, മുഹമ്മദ് ചെയ്ത മാതൃകൾ പറയുമ്പോൾ രോഷം കൊണ്ടിട്ടൊന്നും കാര്യമില്ല. ലോകത്തിലെ സകല മനുഷ്യർ ഇസ്ലാം വിട്ട് പുറത്തു പോകുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇത്തരം മാതൃകകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാതൃകയാക്കാൻ പറ്റത്തില്ല എന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ട് എന്ത് ചെയ്തു? ഇസ്ലാം വിട്ട് പുറത്തേക്ക് പോയി. ഇവിടുത്തെ പല പണ്ഡിതന്മാരും പറഞ്ഞു. ഒരാള് ജ്യൂസ് ഉസ്താദ് ആണേലും പറഞ്ഞു ഉടനെ തന്നെ എല്ലാം പോവും. 30 കോടി മലപ്പുറം മഞ്ചേരി കുറെ സ്ഥലങ്ങൾ പറഞ്ഞിട്ട് അവിടെ എല്ലാം ഉള്ളവരെല്ലാം വിട്ടുപോയെന്നാണ് പറയുന്നത്. എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഘടന പോലും വന്നു. ഈ ലോകത്തിലെ സകല മനുഷ്യർ ഇസ്ലാം വിട്ട് പുറത്തേക്ക് പോവുകയാണ്, ഓടി രക്ഷപ്പെടുകയാണ്. അവർ വലിയൊരു വെളിച്ചം കണ്ട് പുറത്തേക്ക് മാറുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അവർക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. ഏത് രീതിയിൽ? ഞങ്ങൾ പറയുന്നു, ലോകർക്ക് സകല മനുഷ്യർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളെ ഞങ്ങൾ പിൻപറ്റുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയാലുള്ള ഗുണങ്ങൾ എന്താണെന്നറിയാമോ? ഖബർ ദണ്ഡനയില്ല, ഖബർ പരീക്ഷണമില്ല, ഖബർ ശിക്ഷയില്ല, എഴുന്നേറ്റിരുത്തിയിട്ട് അടിച്ച് തല പൊട്ടിക്കുന്ന ഇടപാടുകളൊന്നുമില്ല. മരിച്ച മയ്യത്തിനോട് നിങ്ങൾ വലിയ ബഹുമാനം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അള്ളാഹു ഇറക്കി വിടുന്ന 2 മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഈ ഖബറിലിരിക്കുന്ന ആളിനെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് അടിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം മോശകരമാണ്. ഞങ്ങളതാണ് പറയുന്നത്. ഇന്ന് നീ ക്രിസ്തുവിലായാൽ നീ പുതിയ സൃഷ്ടിയാണ്. മനസ്സിലായോ? ആ പുതിയ സൃഷ്ടിയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയാൽ എവിടെ പോയി നിന്ന് ഇതേപോലെ രോഷമൊന്നും കൊള്ളേണ്ടി വരത്തില്ല. എവിടെ പോയി നിന്ന് എഴുന്നേറ്റ് എന്ന് തലയെ ഉയർത്തി നട്ടല്ലേ ഉയർത്തി എന്നുകൊണ്ട് പറയാം, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നയാളാണ്, എൻ്റെ മേൽ ദുഷ്ടൻ അധികാരമില്ല, എൻ്റെ മേൽ ഖബർ ദണ്ഡനമില്ല, എൻ്റെ മേൽ ഖബർ ശിക്ഷയില്ല, എൻ്റെ മേൽ ഖബർ പരീക്ഷണമില്ല എന്നുറപ്പോടെ പറയാൻ പറ്റുന്നത് ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന ആർക്കും പറയാൻ സാധിക്കും. ഏത് മനുഷ്യനും പറയാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾ ഇന്ന് ബുദ്ധി ഉപദേശിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട ഏകനാമം നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയ്ക്കായി നിങ്ങളുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാനസാന്തരത്തിന് ഫലമുണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ബോധ്യമാക്കി തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ഞാനൊരു പാപിയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവനുള്ള ദൈവത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് തിരിയുക. അവൻ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയത് ക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ല. ആരെയും കയറ്റിവിടാനും പറ്റത്തുമില്ല. എൻ്റെ രാജാതിരാജാവും കർത്താവുമായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സത്യവിശ്വാസത്തിൻ്റെ പാതയിലേക്ക്, യേശു ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.